അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രെമിസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ സിക്സ് സെമസ്റ്റർ B-Pharm ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസിൽ യൂണിറ്റ് 2 വരുന്ന ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ലേ ആൻഡ് ലേ ഔട്ട്, മെയിൻ്റനൻസ്, സാനിറ്റൈസേഷൻ, എൻവിറോൺമെന്റൽ കൺട്രോൾ, യൂട്ടിലിറ്റീസ്, മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ ആൻഡ് കൺട്രോൾ ഓഫ് കണ്ടാമിനേഷൻ. ഇത്രയും ടോപ്പിക്സുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. ഇതിൽ മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ എന്നുള്ളത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ എന്നുള്ളതും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദി സെഷൻ. ആഫ്റ്റർ ദ സെഷൻ യു വിൽ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, describe and write about the design, construction and plan layout, different methods for maintenance, methods for sanitization, environmental control and utilities, maintenance of sterile area and control of contamination. So let's start with the introduction. Premises. So what is mean by premises? ഒരു pharmaceutical industry അതിന്റെ ബിൽഡിങ്ങും അതിന്റെ ഫെസിലിറ്റിയും എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു ടേമാണ്. ഫാർമസ്യൂട്ടിക്കൽ പ്രോസസ്സ് നടക്കുന്ന അതിന്റെ ബിൽഡിങ്ങും അതിന്റെ ഫെസിലിറ്റിയും ഒരുമിച്ച് പറയുന്ന ഒറ്റ ടേമാണ്, സിംഗിൾ ടേമിനെ പറയുന്ന പേരാണ് പ്രെമിസസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു എൻഷുർ ദ സേഫ്റ്റി, എഫിക്കസി ആൻഡ് ക്വാളിറ്റി, ദ ഡിസൈൻ, കൺസ്ട്രക്ഷൻ, പ്ലാൻ ലേഔട്ട്, മെയിൻ്റനൻസ് ആൻഡ് കൺട്രോൾ ഓഫ് കണ്ടാമിനേഷൻ ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഫോർ ദിസ് ക്വാളിറ്റി assurance of safety, efficacy and quality. So as per the GMP എന്താന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, which will provide clear guidelines about the structure and operations of the premises to maintain the product quality, to prevent the contamination and compliance with the regulatory standard. So ഇത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറെ അധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യണം, അതിന്റെ കൂടെ റെഗുലേറ്ററി കംപ്ലൈൻസസുകൾ കംപ്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഡിസൈൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡിസൈഡ് അബൌട്ട് ദ പ്രെമിസസ് ഈസ് ലൊക്കേഷൻ. എവിടെയാണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ ലൊക്കേഷൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ ദ ലൊക്കേഷൻ വിൽ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഡിറ്റർമിനിങ് ഓപ്പറേഷണൽ എഫിക്കസി, കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് റെഗുലേറ്ററി കംപ്ലൈൻസ്. ഈ 3 കാര്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇതിനെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് it is not that easy to select a location for a pharmaceutical industry. We have to consider many factors like infrastructure, supply chain logistics, regulatory requirements and environmental condition. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ലൊക്കേഷൻ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദർ ആർ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ സെലക്ടിങ് ആൻഡ് ലൊക്കേഷൻ. ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ഫോർ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ദർ ആർ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. സോ വി വിൽ ഡിസ്കസ് വൺ ബൈ വൺ. ദ ഫസ്റ്റ് വൺ ഈസ് റോ മെറ്റീരിയൽ ആൻഡ് സപ്ലയർ അവൈലബിലിറ്റി. ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലുകളും ആ റോ മെറ്റീരിയലുകൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സപ്ലൈസുകളും അവൈലബിൾ അല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രി സെറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരിക്കണം. സെക്കൻഡ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് യൂട്ടിലിറ്റീസ്. അപ്പോ നമ്മൾ എല്ലാ ഫെസിലിറ്റിയും നോക്കുകയാണ്, ബാക്കിയുള്ള പൊല്യൂഷൻ കുറവുള്ള സാധനങ്ങളൊക്കെ നോക്കി ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് പ്ലേസ് ഈസ് നോട്ട് ആക്സസ് ടു ദ പവർ ഓർ ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ ഇങ്ങനെ ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. സോ infrastructure and utility should be available like electricity, water supply, waste disposal system, heating, ventilation and air conditioning system. So these are the different utilities which is required. അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റി, യൂട്ടിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കണം. ആൻഡ് അവൈലബിലിറ്റി ഓഫ് വർക്ക് ഫോഴ്സ് ആൻഡ് ടാലന്റ്, സ്കിൽഡ് വർക്ക് ഫോഴ്സ് ആൻഡ് ടാലന്റ്സ്. ഇങ്ങനെ ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ ഈ പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കില്ലുള്ള എംപ്ലോയീസിനെ കിട്ടാനില്ലാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ it will not be possible to set an pharmaceutical industry. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൊക്കേഷൻ, ഈ പറയുന്ന സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനൊക്കെ അക്കോമഡേഷൻ ഒക്കെ അവൈലബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫാക്ടർ ഈസ് റെഗുലേറ്ററി ആൻഡ് എൻവിറോൺമെന്റൽ കംപ്ലൈൻസ്. So there are 2 aspects here. Regulatory is something related with the law for starting and pharmaceutical industry. Okay,
അപ്പോ ഒരു രാജ്യത്ത് അവിടുത്തെ റെഗുലേറ്ററി അതോറിറ്റി പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം. ദെൻ എൻവിറോൺമെന്റിന്റെ കംപ്ലൈൻസ് ഉണ്ടായിരിക്കണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിന്റെ പെർമിഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയിലായിരിക്കണം ഈ പറയുന്ന ലേ ഔട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ ഉണ്ടാവേണ്ടത്. Now, another factor to be considered, nature of the manufacturing and testing to be performed in the industry. ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. സോ ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു സാധനമാണ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അതിന്റെ ലൊക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. അത് ഏത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കോട്ടെ, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കോട്ടെ, ആന്റി ക്യാൻസർ ഡ്രഗ് പോലെയുള്ള പൊട്ടന്റ് ഡ്രഗ് ആയിരിക്കോട്ടെ, ഇതിന്റെ സാധനങ്ങളൊന്നും ഒരിക്കലും ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് അതിന്റെ ലൊക്കേഷൻ വെക്കാൻ പറ്റില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഓപ്പറേഷൻ ഇൻ ടേംസ് ഓഫ് ഡെയിലി പ്രൊഡക്ഷൻ ലെവൽ. സോ ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ 24 hour വർക്ക് ചെയ്യുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ചുറ്റും ആ, 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 ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് സൗണ്ട് പൊല്യൂഷൻ ആയിട്ടും വാട്ടർ പൊല്യൂഷൻ ആയിട്ടും എക്സ്റ്റെന്റ് ഓഫ് പൊല്യൂഷൻസ് കൂടാനൊക്കെയുള്ള ചാൻസസുകളൊക്കെ കൂടുതലുണ്ട്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഓപ്പറേഷൻ ഇൻ ടേംസ് ഓഫ് ഡെയിലി പ്രൊഡക്ഷൻ ലെവൽ എത്രത്തോളമാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിനെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് വിൽ ബി പ്രൊസസ്ഡ് ഇൻ ദാറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ലേ ഔട്ട് അല്ലെങ്കിൽ ലൊക്കേഷന്റെ സൈസ് ചെറിയ ലൊക്കേഷനിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നതാണോ, അതിന് ഈ പറയുന്ന കൂടുതൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ അത്രയും വലിയൊരു ഏരിയ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതൊക്കെ നോക്കണം. ദെൻ സ്റ്റോറേജ് സ്പേസ് റിക്വയർഡ് ഫോർ ദ റോ മെറ്റീരിയൽ ഇൻ പ്രോസസ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. റോ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട അത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി അത്രത്തോളമുള്ള ലൊക്കേഷൻ, അതിനുള്ള ഏരിയ ഉള്ള ലൊക്കേഷൻ ആണോ? ഇൻ ബിറ്റ്വീൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വി വിൽ ഗെറ്റ് സം കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് നോട്ട് പാക്ഡ് ഇൻ സം കൈൻഡ് ഓഫ് പാക്കേജിങ് മെറ്റീരിയൽ. സോ അത് സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൾസോ. Now, closeness to the transport hubs. That is another very, very important factor to be considered. നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാണ്, അത് റോഡ് ട്രാൻസ്പോർട്ടിന് വളരെ ദൂരെയാണ്, 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലാണ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സിറ്റിയിലോട്ടൊക്കെ എത്തുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് ദ റോ മെറ്റീരിയൽ ആസ് വെൽ ആസ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് മാർക്കറ്റിൽ എത്തിക്കാനും അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസുകൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയിലോട്ട് എത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ദ റോഡ്, എയർപോർട്ട് ആൻഡ് അതർ സീ പോർട്ട് ഫെസിലിറ്റി ഷുഡ് ബി ദെയർ വെരി നിയർ. തൊട്ടടുത്ത് എന്നല്ല പറയുന്നത്, ക്ലോസ് ആയിരിക്കണം. ഒരു മാക്സിമം ഒരു 1 hour ഉള്ളിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ആയിരിക്കണം. Next one is climate and environmental condition. So depending on the product which are going to manufacture in the industry, we have to choose an location where the climate is suited. ഒരു റെയിനി ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ, ടെമ്പറേച്ചർ കൂടുതലുള്ള ഒരു ഏരിയ, ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഏരിയ, ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഇതിലൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആണ്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഫാസ്റ്റൻ ചെയ്യും, ഹാഫ് ലൈഫ് കുറയും, എക്സ്പയറി ഡേറ്റ് കുറയും. ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞാൽ ഈ സാധനത്തിലൊക്കെ വാട്ടർ അബ്സോർപ്ഷൻ, മോയ്സ്ചർ അബ്സോർപ്ഷൻ ഉണ്ടാവും, മൈക്രോബിയൽ ഡീഗ്രഡേഷൻ ഉള്ള ചാൻസ് കൂടും. റെയിനി ആയിട്ടുള്ള എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ലൈക്ക് ഫ്ലൂഡ് പോലെയുള്ള കണ്ടീഷൻസുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ സോ വി ഹാവ് ടു കൺസിഡർ ദീസ് ആൾസോ. നൗ എക്കണോമിക് ഫാക്ടർ ആൻഡ് ഗവൺമെന്റ് ഇൻസെന്റീവ്സ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദർ ആർ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറീസിനൊക്കെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് ദർ ആർ ലോട്ട്സ് ഓഫ് ടാക്സ് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇഫ് ദേ ആർ നോട്ട് കൺസിഡറിങ് ദിസ് കൈൻഡ് ഓഫ് benefits they are going to get from the government and other policies like cost of labor, utilities, tax holidays, subsidies, incentives, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സുകളും കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ. ദെൻ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് സേഫ്റ്റി. എപ്പോഴും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള സ്ഥലം, ഗവൺമെന്റുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻഡസ്ട്രി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ പോളിസിയിൽ ഇടക്കിടക്ക് മാറ്റങ്ങൾ വരും. ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് പോളിസി, പൊല്യൂഷന്റെ കൺട്രോളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, GMP recommendation has to be compiled.
GMP എന്താണോ പറയുന്നത്, ഈ പറഞ്ഞ ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം DNC ആക്ടിൽ പറഞ്ഞിട്ടുള്ള കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഗൈഡ് ലൈൻസുകളുണ്ടോ, അതൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ലൊക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ദ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഓർ ഏരിയ. ആ ഇൻഡസ്ട്രി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആസ് പെർ ദ GMP ഗൈഡ് ലൈൻസ്, ആസ് പെർ ദ WHO ICH ഗൈഡ് ലൈൻസ് ഹാസ് ടു ബി ഫോളോഡ്. ഡിസൈൻ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് എവിടെയാവണം അതിന്റെ സ്റ്റോറേജ് ഏരിയ ഉണ്ടാവേണ്ടത്, എവിടെയാവണം അതിന്റെ പ്രൊഡക്ഷൻ ഏരിയ ഉണ്ടാവേണ്ടത്, എവിടെയാവണം അതിന്റെ ബാക്കി ആക്സിലറി ആയിട്ടുള്ള ഏരിയ ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് we have to follow the guidelines of ICH as well as GMP guidelines. And while designing and constructing an pharmaceutical industry, we have to construct and lay out the premises which must allow for an logical and sequential flow of production process. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് മിനിമം മൂവ്മെന്റ്, മിനിമം അല്ലെങ്കിൽ ബാക്ക്വേർഡ് മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ സാധനത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ. യൂണി ഡയറക്ഷണൽ ആയിരിക്കണം, സീക്വൻഷ്യൽ ആയിരിക്കണം. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞ പ്രൊഡക്റ്റ് അടുത്ത സ്ഥലത്തോട്ട് പോകണം, അതിന്റെ ഇടയിൽ വേറൊരു സ്ഥലത്തോട്ട് പോയിട്ട് വീണ്ടും അടുത്ത ഒരു റൂമിലോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻഷ്യൽ ആയിരിക്കരുത് ഈ പറയുന്ന പ്രൊഡക്ഷൻ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ് ടു റെഡ്യൂസ് ദ എറർ ആൻഡ് ആൾസോ ടു അവോയ്ഡ് ദ ബിൽഡപ്പ് ഓഫ് ഡേർട്ട് ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ എക്സെട്ര. അപ്പൊ അതിനനുസരിച്ച് ദിസ് ഇസ് ദ കീ പോയിന്റ് യു ഹാവ് ടു റൈറ്റ് while writing the design and construction of an pharmaceutical industry. It must be constructed in such a way that it will allow an sequential and logical flow. Okay, ഒരു യൂണിഫോം ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവുന്ന രീതിയിലായിരിക്കും. So these are the some of the key consideration which has to be considered for designing and constructing an pharmaceutical industry. Workflow optimization, as I mentioned, it has to be designed to facilitate logical unidirectional flow of material as well as personnels. ഒരാള് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കയറിയ ഭാഗത്തു കൂടെ കയറുക എന്ന് മാത്രമേ നടക്കാൻ പാടുള്ളൂ. ആ കയറിയ ഭാഗത്തു കൂടെ ഇറങ്ങുന്ന രീതിയിൽ അവിടെ ഫെസിലിറ്റി കൊടുക്കാൻ പാടില്ല. ആദ്യത്തെ കാര്യം അതാണ്. അവര് ഒരു ഡയറക്ഷനിൽ നിന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഡയറക്ഷനിലൂടെ, അത് പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി പേഴ്സണൽസ് ആണെങ്കിലും ശരി, ആ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ദിസ് വിൽ പ്രിവെന്റ് ദ ബാക്ക് ട്രാക്കിംഗ് ആൻഡ് മിനിമൈസ് ദ റിസ്ക് ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. And second one is segregation of the area. Depending on the nature of the product which we are going to manufacture, we have to separate the area into clean area and non-clean area. ചില സ്ഥലങ്ങളിൽ ക്ലീൻനെസ് വേണ്ടതായിരിക്കും, ചില സ്ഥലങ്ങളിൽ അത്രത്തോളം ക്ലീൻനെസ് വേണ്ട. അപ്പൊ ഏതൊക്കെ ഏരിയയിലാണോ ക്ലീൻ ഏരിയ ആയിട്ട് മാറ്റേണ്ടത്, ഏതൊക്കെ ഏരിയയിലാണോ അത് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. which include isolating area for material preparation, processing, storage, which should be isolated from the administrating as well as non-production zone. ഒരു കാരണവശാലും ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം അതിന്റെ ഡിസൈൻ ഉണ്ടായിരിക്കും. Now next factor to be considered is material selection. So the material which is used for the construction of this area should be in such a way that it will be smooth and non-porous material and which are easy to clean and which are resistant to the cleaning solutions or chemical corrosion. അങ്ങനെയുള്ള മെറ്റീരിയൽസുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ഏരിയയിലുള്ള മെറ്റീരിയൽസുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മളെ പ്രൊഡക്ഷനിൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കാൻ പാടില്ല. അവിടെ നോൺ പോറസ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ മാത്രമാണ്, നോൺ പോറസ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് വാൾ, ഫ്ലോർ, സീലിംഗ് ആൻഡ് എക്യുപ്മെന്റ്സ്. ആൻഡ് ഇറ്റ് മസ്റ്റ് മീറ്റ് ഹൈജീനിക് സ്റ്റാൻഡേർഡ് ആൾസോ. അപ്പോൾ നമ്മൾ
കെമിക്കലിനോടൊക്കെ ഉള്ള കൊറോഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്തു. ബട്ട് ഇഫ് ദാറ്റ് ഈസ് ഹാർംഫുൾ ടു ദ പേഴ്സൺ ഹു ആർ വർക്കിംഗ് ഇൻ ദാൻ ഏരിയ, അതും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആരാണോ അവരുടെ ഹൈജീനും കൂടി മീറ്റ് ചെയ്യുന്ന, അതിന്റെ സ്റ്റാൻഡേർഡിനും കൂടി മീറ്റ് ചെയ്യുന്ന മെറ്റീരിയലുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് അനദർ കീ പോയിന്റ് ടു ബി കൺസിഡർ ഈസ് ആക്സസ് കൺട്രോൾ. എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടില്ല. വി ഷുഡ് സെപ്പറേറ്റ് the sterile as well as sensitive operation area, and we have to give authorization to only those person who got training in that session. ഓക്കെ, ഒരു സ്റ്റെറൈൽ ഏരിയയിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയുള്ള ഏരിയയിലോട്ട് കയറാനുള്ള ഓതറൈസേഷൻ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസുകൾ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസുകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എവറി ഡോർ ഹാസ് ടു ബി ബിൽഡ് വിത്ത് എയർ ലോക്ക്, pass through chamber, and appropriate gowning protocol should be implemented to reduce the contamination. അപ്പൊ ഇങ്ങനെ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ഏരിയയിലൊക്കെ ഒന്നാമത്തെ കാര്യം ആക്സസ് കൺട്രോൾ ചെയ്യുക, എല്ലാവർക്കും അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ കൊടുക്കാതിരിക്കുക. ആ ഒരു ഏരിയയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അവർക്കുള്ള ഓതറൈസേഷൻ കൊടുക്കുക. കയറുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് കയറുന്നത് എന്റർടൈൻ ചെയ്യാം. ഓക്കെ, so these is the three factors which will directly impact on the efficacy, safety and contamination of the control. Already നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ലോജിക്കൽ ഫ്ലോ. ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടിന്യൂസ് യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. യൂണി ഡയറക്ഷണൽ ഫ്ലോ വിൽ മിനിമൈസ് ദ ചാൻസ് ഓഫ് മിക്സപ്പ് ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ. ഇപ്പോ ഒരു പ്രോസസ്സ് നിങ്ങൾ ഫ്ലോ ചാർട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. If it is the receiving area, the substance which is received in this area has to be quarantined. Raw material എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ raw material നമ്മളൊരു QC ടെസ്റ്റ് കഴിയുന്നത് വരെ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. QC ടെസ്റ്റ് കഴിയുന്ന സമയത്ത് QC ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഏരിയ അതിന്റെ അപ്രൂവൽ റോ മെറ്റീരിയൽ സെക്ഷൻ എന്ന് പറയും. അപ്രൂവൽ റോ മെറ്റീരിയൽ സെക്ഷനിൽ യൂഷ്വലി QC ടെസ്റ്റ് പാസ്സായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വെക്കുകയുള്ളൂ. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ബാച്ച് മാനുഫാക്ചറിങ് ഫോർമുല സഫീഷ്യന്റ് ആയിട്ടുള്ള സാമ്പിൾസ് വിൽ ബി ടേക്കൺ ഫ്രം ദിസ് ഏരിയ. ഓരോ റോ മെറ്റീരിയലും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഇത്ര എമൗണ്ട്, അതുപോലെ റോ മെറ്റീരിയൽ ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ വി വിൽ ടേക്ക് ഇൻ ടു ദ ഡിസ്പെൻസിങ് ഏരിയ. ഫ്രം ദ ഡിസ്പെൻസിങ് ഏരിയ we will take that into mixing and granulating area in case of tablet manufacturing unit. Then അതിനുശേഷം ഈ പറയുന്ന ഏരിയ if it is an tablet punching area, tablet punching ഏരിയയിലോട്ട് അത് പോവും. Then coating area, then quality control section area, in process quarantine area. Then after successful completion of the QC test, it will be transported to approved final product area, then into packaging section, then into shipping. ഇങ്ങനെയുള്ള ഒരു യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള ഫ്ലോ പ്രകാരം മാത്രമേ ഈ പറഞ്ഞ രീതിയിലുള്ള സാധനങ്ങളൊക്കെ പോവാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയാനുള്ളത്. ഇറ്റ് ഷുഡ് ബി ഇൻ യൂണി ഡയറക്ഷണൽ ആൻഡ് ലോജിക്കൽ ഫ്ലോ എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ ലോജിക്കൽ ഫ്ലോ. ദെൻ ഡെഡിക്കേറ്റഡ് ഏരിയ, വി ഹാവ് ടു സെപ്പറേറ്റ് ദ സെൻസിറ്റീവ് പ്രോസസ് വിത്ത് നോട്ട് സെൻസിറ്റീവ് പ്രോസസ്. അപ്പൊ ചില സാധനങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെക്കണം. ഒരു ഏരിയയിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ വെക്കാവുന്ന രീതിയിൽ നമ്മൾ അതിനെ വെക്കണം. അതുപോലെ തന്നെ സ്റ്റെറൈൽ പ്രോസസിങ് ഏരിയയിലാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റിക്വയർ സം അഡീഷണൽ എൻവിറോൺമെന്റൽ കൺട്രോൾ ലൈക്ക് സ്പെസിഫിക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രോസസ് എക്സെട്ര. അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ അതിൽ ഉണ്ടാക്കണം. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ടു ബി നോട്ടഡ് വിത്ത് പ്ലാൻ ലേ ഔട്ട്. എക്യുപ്മെന്റ് പ്ലേസ്മെന്റ്, അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത് ഓരോ ഏരിയയിലും അതിൻ്റെതായിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സുകൾ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള അഡിക്വേറ്റ് സ്പേസ് ഷുഡ് ബി ദർ ഫോർ ഈച്ച് എക്യുപ്മെന്റ്, ആൻഡ് ആൾസോ വി ഹാവ് ടു ഗിവ് ആൻ അഡിക്വേറ്റ് സ്പേസ് ഫോർ ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ഈച്ച് എക്യുപ്മെന്റ്സ്. അപ്പോ കുറെ അധികം എക്യുപ്മെന്റ്സ് ഒരു റൂമിൽ നമ്മൾ ക്രൗഡഡ് ആയിട്ട് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓരോ എക്യുപ്മെന്റ്സുകളും ക്ലീൻ ചെയ്യുന്നതിന്റെ സമയത്തും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തും ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അതിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കണം ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് സ്പോട്ട്
streamlined production. So there are different kinds of plan layout. ഇപ്പൊ ഇതൊരു യൂണിഫോം ആയിട്ട് ഒഫീഷ്യലി there are different kind of layout. This is circular flow layout. So നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും the arrow will be in an form of circle. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ യൂണിഡയറക്ഷൻ. ഇതൊന്നും ആരോ തിരിച്ചു വരുന്നില്ല എന്ന് മനസ്സിലാവുക. റിസീവിംഗ് ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് കീപ് ഫോർ ഇൻ ക്വാറന്റൈൻ ഏരിയ ടിൽ ദ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ഈസ് ഓവർ. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്രൂവ്ഡ് മെറ്റീരിയൽ ഏരിയയിലോട്ട് മാറ്റും. അവിടുന്ന് അത് ഡിസ്പെൻസിങ് അല്ലെങ്കിൽ ഗ്രാനുലേറ്റിംഗ് ഏരിയയിലോട്ട് മാറ്റും. ഗ്രാനുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കംപ്രഷൻ ഏരിയയിലോട്ട് മാറ്റും. ദെൻ കോട്ടിംഗ് ഏരിയയിലോട്ട് മാറ്റും. അതിനുശേഷം they will transfer into another in-process quarantine area from where the quality control of final finished product will be happen. So after successful completion of QC test, it will shifted into approved final product area. ഇതിനെ ഡിപ്പെൻഡിങ് ഓൺ ദ പാക്കേജിംഗ് ഏരിയയിലോട്ട് മാറ്റും. ഈ QC ടെസ്റ്റ് പാസ്സായത് ബാച്ച് റിലീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ സാധാരണഗതിയിൽ ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതെന്റെ ഷിപ്പിംഗ് അതുപോലെയുള്ള ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെഷനിലോട്ടൊക്കെ മാറ്റിയിട്ട് അത് ആ രീതിയിൽ പോകും. ഓക്കെ, സോ ദിസ് ഈസ് സർക്കുലർ ഫ്ലോ. അനദർ ഈസ് പാരലൽ ഫ്ലോ ലേഔട്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ ദിസ് വിൽ ബി പാരലൽ. ഈ ഏരിയ സർക്കുലർ ആവുന്നതിന് പകരം റിസീവിംഗ് ഏരിയ, ദെൻ ക്വാറന്റൈൻ ഏരിയ, അപ്രൂവ്ഡ് ഏരിയ, ഡിസ്പെൻസിങ്, ഗ്രാനുലേഷൻ, ടാബ്ലറ്റ് കർണുലേഷൻ, ഈ രീതിയിൽ യൂണി ഡയറക്ഷനിലായിരിക്കും. എല്ലാ സാധനവും യൂണി ഡയറക്ഷനിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാതെ റിസീവിംഗ് ഏരിയയിലോട്ട് തന്നെ പിന്നെയും പ്രൊഡക്റ്റ് തിരിച്ചു വരുന്ന രീതിയിലായിരിക്കില്ല. നൗ അനദർ ടൈപ്പ് ഓഫ് ഫ്ലോ ലേഔട്ട് ഈ സെൻട്രൽ വിയർ ഹൗസ് ലേഔട്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് റിസീവിംഗ് ഏരിയ ഏതെങ്കിലും ഒരു എൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റോ മെറ്റീരിയൽ ഏരിയ എന്നൊക്കെ പറയുന്നത് ഒരു സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ ഗോയിങ് ടു യൂസ് ആൻഡ് വിയർ ഹൗസ് ഇൻ സെൻട്രൽ ഏരിയ. സെൻട്രൽ ഏരിയന്ന് ഇവിടേക്കുള്ള പാക്കേജിംഗ് മെറ്റീരിയലിലോട്ടുള്ള ഏരിയ അതൊക്കെ ഈ ഒരു റൂട്ടിൽ യൂണി ഡയറക്ഷനിൽ തന്നെയാണ്. ആ റൂട്ടിൽ തന്നെ അത് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെൻട്രൽ വിയർ ഹൗസ് ലേഔട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഓരോരോ ഏരിയനെ കുറിച്ച് നമ്മൾ പറയാണ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോറേജ് ഏരിയ. അതായത് റിസീവിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്ന സമയത്ത് there should be an sufficient area for raw material, intermediate product, finished product, released product, quarantine product, rejected product, recalled product, returned product, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സിനൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് മേൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സഫീഷ്യന്റ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം സ്റ്റോറേജ് ഏരിയക്ക്. It must be clean, dry and well lightened and maintained at specific temperature depending on the product which is manufactured and stored. And in case of special storage system like cold system, cold temperature store ചെയ്യേണ്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ it has to be conditioned and monitored and controlled. അപ്പോൾ 2 to 8 degree Celsius സ്റ്റോർ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ there should be an storage system for cold temperature and they has to be monitored for the temperature. ഇൻ ബിറ്റ്വീൻ ടൈം ഇന്റർവെൽസിൽ ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആൻഡ് റിസീവിംഗ് ബേ മസ്റ്റ് അലോ ക്ലീനിങ് ഓഫ് ഇൻകമിംഗ് മെറ്റീരിയൽ ഇഫ് ഇറ്റ് ഈസ് നെസസറി ആൻഡ് റിസീവ്ഡ് മെറ്റീരിയൽ ഷുഡ് ബി കെപ്റ്റ് ഇൻ ക്വാറന്റൈൻ ഏരിയ. ഇപ്പോ സ്റ്റോറേജ് ഏരിയയിൽ പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ക്വാറന്റൈൻ ഏരിയയിൽ വെക്കുക എന്നുള്ളത് റോ മെറ്റീരിയൽ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് പാസ് ആവുന്നത് വരെ റോ മെറ്റീരിയൽ ആണെങ്കിലും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും, റോ മെറ്റീരിയൽ ആണെങ്കിലും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിലും അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് വരെ QC ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുന്നത് വരെ ക്വാറന്റൈൻ ഏരിയയിലാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത്. അത് റോ മെറ്റീരിയൽ ആണെങ്കിൽ റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡിസ്പെൻസിങ് ഏരിയയിലോട്ട് നമുക്കത് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഏരിയയിലോട്ട് അത് മാറ്റാൻ പറ്റുള്ളൂ. And material that has been rejected, returned or recalled must be physically separated from the other material. Logical ആയിട്ട് ചിന്തിച്ചാൽ മതി. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു സാധനം റോ മെറ്റീരിയൽസിന്റെ കൂടെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല. മെറ്റീരിയൽ ദാറ്റ് ഹാസ് ബീൻ റിജക്റ്റഡ് ഓർ റിട്ടേൺ ഓർ റീകാൾഡ്, ഇങ്ങനെയുള്ള മെറ്റീരിയലുകളൊന്നും ഒരു കാരണവശാലും അപ്രൂവ്ഡ് ഏരിയയുടെ കൂടെ വെക്കാൻ പാടില്ല. ആൻഡ് സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി exist for holding material that are dangerous and very active, anti-cancer drugs, narcotic drugs, അല്ലെങ്കിൽ highly inflammable solvents, radioactive materials,
ഇതൊന്നും ഒരു കാരണവശാലും നോർമൽ ആയിട്ടുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ കൂടെയോ റോ മെറ്റീരിയൽസിന്റെ കൂടെയോ നമ്മൾ വെക്കാൻ പാടില്ല. ആൻഡ് ദർ ഷുഡ് ബി ആൻ സഫീഷ്യന്റ് സാമ്പിളിംഗ് ഏരിയ സഫീഷ്യന്റ് ടു സെപ്പറേറ്റ് ടു അവോയ്ഡ് ദ കണ്ടാമിനേഷൻ ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ. ഇപ്പൊ ഇതുപോലെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആയിരിക്കും യൂഷ്വലി ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. വലിയ വിയർ ഹൗസ് ആയിരിക്കും, അവർക്ക് വേണ്ട എല്ലാ റോ മെറ്റീരിയലും അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. സോ ദർ ഷുഡ് ബി അനദർ സെപ്പറേറ്റ് റൂം ഫോർ സാമ്പിളിംഗ് ഓഫ് ദിസ് റോ മെറ്റീരിയൽ. സാമ്പിളിംഗ് ചെയ്യുന്ന സമയത്ത് ക്രോസ് കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടാമിനേഷൻ ആസ് വെൽ ആസ് ക്രോസ് കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സാമ്പിളിംഗ് ഏരിയ ഷുഡ് ബി ദർ. ഓക്കെ, നൗ കമ്മിങ് ടു ദ പ്രൊഡക്ഷൻ ഏരിയ. നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ ഏരിയ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമുക്ക് അവിടേക്ക് ഓൾറെഡി ചെരുപ്പൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അതിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫുട്വെയറുകളും ഷൂ കവറുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ നമുക്ക് നിൽക്കാൻ തന്നെ പറ്റുള്ളൂ. അത്രത്തോളം ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. സോ പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ഈഫ് ദ പ്രൊഡക്റ്റ് ആർ ഹൈലി ആക്റ്റീവ് ലൈക്ക് ഹോർമോൺ, ആന്റിബയോട്ടിക്, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഓർ ഹൈലി സെൻസിറ്റീവ് ഡ്രഗ്സ് ലൈക്ക് പെൻസിലിൻ, ഇറ്റ് മസ്റ്റ് ബി മാനുഫാക്ചർഡ് ഇൻ ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റീസ് ഓൺലി. അപ്പോ ഇങ്ങനെയുള്ള കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുടെ പ്രൊഡക്ഷൻ ആണ് അവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന സാധനങ്ങളൊക്കെ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ മാനുഫാക്ചറിങ് നടക്കാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ട് പ്രൊഡക്ഷൻ ഏരിയ നടക്കുന്ന ഒരു ഏരിയയിലും ഈ പറയുന്ന സാധനങ്ങളൊന്നും മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല. ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ സച്ച് ആസ് ഹോർമോൺസ്, ആന്റിബയോട്ടിക്, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഓർ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കുന്ന പെൻസിലിൻ പോലെയുള്ള ഡ്രഗ്സുകളൊന്നും ഒരു കാരണവശാലും ഇതിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് ഈഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഒരേ ഫെസിലിറ്റിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു give sufficient measure to prevent the cross contamination, and also we have to give sufficient in process storage space for different products. ഒരേ മാനുഫാക്ചറിങ് ഏരിയ ആണ്, ഒരേ പ്രൊഡക്ഷൻ ഏരിയയിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ സാധനം കഴിയുന്ന സമയത്തും സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഇന്റർവെല്ലിൽ ക്ലീനിങ് പ്രോസസ്സ് നടത്തണം ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ക്രോസ് കണ്ടാമിനേഷൻ. ആൻഡ് ആൾസോ ദർ ഷുഡ് ബി ആൻ സഫീഷ്യന്റ് സ്റ്റോറേജ് സ്പേസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ ബാച്ചിലും ഓരോ പ്രൊഡക്റ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റും സ്റ്റോർ ചെയ്യാനുള്ള ഡിഫറെന്റ് ഏരിയ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഏരിയ. സോ നമ്മൾ ആദ്യം സ്റ്റോറേജ് ഏരിയ എന്താന്ന് പറഞ്ഞു. അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മെറ്റീരിയൽസ് എന്ന് പറയുന്ന സമയത്ത് റോ മെറ്റീരിയൽസുകൾ ഉണ്ടാവും, ഇൻ പ്രോസസ് മെറ്റീരിയൽസുകൾ ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സുകൾ ഉണ്ടാവും, ഫൈനൽ പ്രൊഡക്ട്സുകൾ ഉണ്ടാവും, പാക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഇൻ കേസ് ചില സമയത്ത് റീകോൾ ചെയ്തിട്ടുള്ള, റിജക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞു. അതിൽ റിജക്ട് ചെയ്തിട്ടുള്ളതും റീകോൾ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും ഈ ഒരു ഏരിയയിൽ വെക്കരുത് എന്ന് പറഞ്ഞു. ഇനി ആ ഏരിയയിൽ നിന്ന് എടുത്തിട്ടാണ് ഡിസ്പെൻസിങ് ഏരിയ, പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് എടുക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തതാണ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂഷ്വലി QC area will be separated from the production area എന്നുള്ളതാണ്. ബിക്കോസ് there are different required facility for the production or quality control area like chemical testing lab, instrument analysis lab, microbiology and toxicology lab, provision for retaining sample and stability samples, then documentation room, relevant books, SOPs and trained personnel. ഇത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് ഇറ്റ് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഏരിയ. ആദ്യത്തെ കാര്യം, ഒരു കാരണവശാലും ഒരു പ്രൊഡക്ഷൻ ഏരിയയിൽ കൊണ്ടുപോയിട്ട് തന്നെ ഈ പറയുന്ന ക്വാളിറ്റി കൺട്രോൾ ഏരിയ ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഇൻ ലാബ് ദർ ആർ ഡിഫറെന്റ് ഫെസിലിറ്റീസ് ലൈക്ക് ബയോളജിക്കൽ, മൈക്രോബയോളജിക്കൽ ആൻഡ് റേഡിയോ ഐസോട്ടോപ്പ്. സോ ഈച്ച് സെക്ഷൻ ഹാവ് റിക്വയർഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെപ്പറേറ്റഡ് ഏരിയ. കെമിക്കൽ ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള സാമ്പിൾസുകൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സാമ്പിൾസുകൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം. ആൻഡ് ദർ ഷുഡ് ബി സഫീഷ്യന്റ് സ്പേസ് വിച്ച് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ സ്റ്റോറിംഗ് സാമ്പിൾ, സോൾവെന്റ്സ്, റെഫറൻസ് സ്റ്റാൻഡേർഡ്, ലബോറട്ടറി റെക്കോർഡ്സ് വിത്തൗട്ട് എനി ചാൻസ് ഓഫ് മിക്സപ്പ്. ഇത് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാത്ത രീതിയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് എയർ സപ്ലൈ ഷുഡ് ബി ഡിഫറെന്റ് ഫ്രം that air supply which is providing for the production area. പ്രൊഡക്ഷൻ ഏരിയയിൽ നമുക്ക് കൊടുക്കുന്ന യൂട്ടിലിറ്റീസിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണ് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വേണ്ട യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്.
അപ്പൊ അവിടേക്ക് വേണ്ട ഒരു യൂട്ടിലിറ്റി ആണ് എയർ ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. AHL എന്നൊക്കെ പറയും, AHS എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് എയർ ഹാൻഡ്ലിംഗ് സിസ്റ്റം. എങ്ങനെയാണ് എയറിന്റെ സപ്ലൈ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോ ഈ എയർ സപ്ലൈ ഒരു കാരണവശാലും പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് കൊടുക്കുന്ന അതേ എയർ സപ്ലൈ ആയിരിക്കാൻ പാടില്ല. ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ക്വാളിറ്റി കൺട്രോൾ ഏരിയ that are sensitive to temperature and humidity, so it should be stored in that condition. ഒപ്റ്റിമം ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഹ്യൂമിഡിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സിനൊക്കെ ആണ്. ആ ഇൻസ്ട്രുമെന്റ്സ് വെക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് മാഗ്നറ്റിക് ഇന്റർഫറൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഇന്റർഫറൻസ് വിൽ ബി ദർ. നമുക്കറിയാം മൊബൈലൊക്കെ സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റിന്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പ്രത്യേകിച്ച് സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൗണ്ടുകളൊക്കെ കൂടുന്നത് കാണാം. ഇതുപോലെ ഡിഫറെന്റ് ഇന്റർഫറൻസസുകൾ വരാനുള്ള ചാൻസസുകൾ, ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇന്റർഫറൻസ്, വൈബ്രേഷൻ ആസ് വെൽ ആസ് ഇലക്ട്രിക്കൽ ഇന്റർഫറൻസ് വരുന്നത് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ പറയുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദർ വിൽ ബി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്യുപ്മെന്റ്സ്, ബയോളജിക്കൽ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ അസേ ചെയ്യുന്ന പോലെയുള്ള കെമിക്കൽ അനാലിസിസ് അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. പല ഇൻസ്ട്രുമെന്റ്സ് HPLC പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഈ പറയുന്ന ഏരിയനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഉണ്ടാക്കിയിടുക എന്ന് പറഞ്ഞ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ പറയുന്ന ഏരിയ ഒക്കെ. ബട്ട് ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. Pay attention to maintain their facility and premises, and by self-inspection program or regular maintenance activity, good housekeeping practices, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അവർക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ഏരിയ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ദർ വിൽ ബി ആൻ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ആ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് എല്ലാവരും കൂടിയാണ്. നമ്മൾ എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതും എന്താണ് ക്വാളിറ്റി അഷുറൻസ് എന്നുള്ളതും എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളതിന്റെ ഒക്കെ ഡിഫറൻസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓർഗനൈസേഷൻ മൊത്തത്തിൽ ഇൻവോൾവ് ആകുന്നതാണ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ വൺ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്വാളിറ്റി അഷുറൻസ്. അവര് റെഗുലർ ആയിട്ട് എറർ വരാതിരിക്കുന്ന കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, എറർ വരാനുള്ള ചാൻസസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ എറർ വന്നിട്ടുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഡിറ്റക്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റീവ് മെഷേഴ്സ് നടത്തുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നൗ കമ്മിങ് ടു ദ യൂട്ടിലിറ്റീസ്. എന്തൊക്കെയാണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വേണ്ട യൂട്ടിലിറ്റീസ് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പഠിച്ചോളാം നിർബന്ധമായിട്ടും. ദർ ഷുഡ് ബി ആൻ പ്രോപ്പർ ലൈറ്റ് സപ്ലൈ, പ്രോപ്പർ വാട്ടർ സപ്ലൈ, പവർ സപ്ലൈ, കമ്പസ്ഡ് എയർ, സംടൈംസ് സ്റ്റീംഡ് എയർ ആൻഡ് വെന്റിലേഷൻ. വെന്റിലേഷൻ ഷുഡ് ബി ത്രൂ ദ HVAK. HVAK എന്ന് പറയുന്ന സിസ്റ്റം ആയിരിക്കണം. അതായത് ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ആയിരിക്കണം. ആ ഒരു സിസ്റ്റത്തിന് സ്വന്തമായിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. എയർ സപ്ലൈ കൊടുക്കുക എന്ന് മാത്രമല്ല ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എയർ സപ്ലൈ കൊടുക്കുന്നതിന്റെ കൂടെ എൻവിറോൺമെന്റിന്റെ എയർ കണ്ടീഷനിങ് കൂടി ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്ഥലത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറക്കേണ്ട സ്ഥലത്ത് കുറക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ഈ പറയുന്ന സിസ്റ്റംസുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് ബി അറേഞ്ച്ഡ് ടു പ്രൊട്ടക്ട് ഓൾ കൈൻഡ് ഓഫ് എൻട്രി ഓഫ് പേസ്റ്റ് ഇൻസെക്ട്സ്. ഈ പറയുന്ന സാധനങ്ങളുടെ ഒക്കെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഈ യൂട്ടിലിറ്റീസുകളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത്. സാധാരണ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുവഴിയൊക്കെ പലപ്പോഴും പെസ്റ്റസുകളും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ യൂട്ടിലിറ്റീസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പാടില്ല. ടു പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് the arrangement must protect against the entry of pest, insect and rodent, and the fittings as well as ducts, pipe and ventilation must be designed which do not produce any difficulty in cleaning the recesses, and it must be located to easily accessible for the maintenance without having to enter into the manufacturing area. അപ്പോ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ എൻവിറോൺമെന്റൽ കൺട്രോൾ കൊടുക്കുന്ന സാധനങ്ങളാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്.
ഏറ്റവും കൂടുതൽ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. എയർ സപ്ലൈ, വാട്ടർ സപ്ലൈ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ ഈ സപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും, ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്കി എല്ലാ സാധനങ്ങളും, പൈപ്പുകളാണെങ്കിലും ശരി, അതിന് വേണ്ട എല്ലാ സാധനങ്ങളാലും ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻസൈഡ് ദ പ്രൊഡക്ഷൻ ഏരിയ. പ്രൊഡക്ഷൻ ഏരിയയിലോട്ട് അതിന്റെ വെന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇൻലെറ്റും ഔട്ട്ലെറ്റും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ എയറിന് ഇൻലെറ്റിന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എയർ പുറത്തോട്ട് എടുക്കാനുള്ള ഔട്ട്ലെറ്റുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഈ പറയുന്ന സാധനങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മളുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ അകത്ത് ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഔട്ട് ഓഫ് ദി മാനുഫാക്ചറിങ് ഏരിയയിലോട്ട് കയറാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ പറയുന്ന സാധനങ്ങളുടെ ഒക്കെ കൺസ്ട്രക്ഷൻ ഉണ്ടാവേണ്ടത്. ഓക്കെ, സോ ദീസ് ആർ ദ സം ഓഫ് ദ യൂട്ടിലിറ്റി. ബിഹൈൻഡ് ദ സീൻ ആണ് ഇതെല്ലാം. നമ്മളൊന്നും ഒരിക്കലും കാണൂല. കാരണം ഇതെല്ലാം എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പോലെയുള്ള ആൾക്കാർ ഇൻസ്റ്റൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും. ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ അകത്ത് പ്രൊഡക്ഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നും ചിലപ്പോൾ ഇത് കണ്ടോളണമെന്നില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈക്കും എയർ സപ്ലൈക്കും ആവശ്യമായിട്ടുള്ള പല അധികം സാധനങ്ങളും അവിടെ ഉണ്ടാവും. ഇതൊക്കെല്ലാം പ്രൊഡക്ഷൻ ഏരിയന്റെ പുറത്തായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് യൂട്ടിലിറ്റി, ദാറ്റ് ഈസ് എയർ സപ്ലൈ. അപ്പോ ഇവിടേക്ക് കൊടുക്കുന്ന എയർ ഇറ്റ് മസ്റ്റ് ബി ഫിൽറ്റേർഡ് എയർ. ഫിൽറ്റർ എയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എപ്പ ഫിൽറ്റേഴ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ കുറെ അധികം ഫാക്ടേഴ്സുകൾ ഉണ്ട് ഇവിടേക്ക് വരേണ്ട പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എയറിനെ കൺട്രോൾ ചെയ്യാനുള്ള. ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് എയർ, സൈസ് ഓഫ് ദ റൂം, ഹീറ്റ് ലോഡ് ഓഫ് ദ റൂം, റൂം പ്രഷർ ടു ബി മെയിൻറ്റെയിൻഡ്, ഡസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ പ്രോസസിംഗ് ഇൻ ദ ഏരിയ, നമ്പർ ഓഫ് പേഴ്സണൽ ഹു ആർ വർക്കിംഗ് ഇൻ ദ ഏരിയ. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടറുകൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എയർ സപ്ലൈ കൂട്ടണോ കുറക്കണോ, അല്ലെങ്കിൽ കൂടുതൽ ഡസ്റ്റ് ഉണ്ടാവുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻലെറ്റ് എയറിനെക്കാളും കൂടുതൽ ഔട്ട്ലെറ്റ് എയർ എടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കണം. അപ്പോ അതിനൊക്കെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് അതിനുണ്ടാവുക. പ്രീ ഫിൽറ്റർ, ഇൻലെറ്റ് ഡയപ്പർ, പ്രീ ഫിൽറ്റർ, ബാക്ക് ഫിൽറ്റർ, കൂളിംഗ് കോയിൽ, ഹീറ്റിംഗ് കോയിൽ, HVAC സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് എന്നാണ് പറഞ്ഞത്. അപ്പോ വെന്റിലേഷൻ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ എയറിന്റെ കണ്ടീഷനിങ് കൂടി ചെയ്യുന്നുണ്ട്. ഹീറ്റ് ചെയ്യേണ്ട സമയത്ത് ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യേണ്ട സമയത്ത് കൂൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു ദ വാട്ടർ സിസ്റ്റം. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലോട്ട് വാട്ടർ സപ്ലൈ ഫിൽറ്റേർഡ് എയർ ആണ്. പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ബേസിക് ആയിട്ടുള്ള വാട്ടറിന്റെ ക്വാളിറ്റി നമ്മൾ പറയാം. That is mainly used for washing as well as cleaning of the pharmaceutical industry. Okay. അപ്പോ ഇതിന്റെ മുകളിലോട്ടുള്ള എല്ലാ വർക്കിനും ഇറ്റ് ഷുഡ് ബി വി ഹാവ് ടു യൂസ് ഐദർ ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ വി ഹാവ് ടു യൂസ് പ്യൂരിഫൈഡ് വാട്ടർ. പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത് ക്ലീനിങ്ങും അതുപോലെ വാഷിങ്ങിനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതല്ലാത്ത ബാക്കിയുള്ള ബെറ്റർ ക്വാളിറ്റി ഓഫ് വാട്ടർ ലൈക്ക് പ്യൂരിഫൈഡ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ and all those must be used in manufacturing as well as testing operation. And while storing the water in a storage tank, we have to adequately give importance to maintain the quality of the water and preventing the microbial contamination. ഇതുപോലെയുള്ള വലിയ വാട്ടർ ടാങ്കിലൊക്കെ ആയിരിക്കും സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടറുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്ത് കണ്ടാമിനേഷൻ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ലൈറ്റിംഗ് ഫെസിലിറ്റി. Depending on the product which we are going to manufacture in the production area, we have to choose the light. Sometimes ഒരു ഇൻസ്പെക്ഷന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ we have to give bright light. If the production is an light sensitive substance, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇല്ലാതിരിക്കാൻ ഏതായാലും പറ്റൂല. ബട്ട് വി ഹാവ് ടു റെഡ്യൂസ് ദ ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് ലൈറ്റ്. ഓക്കെ, അതിനനുസരിച്ച് ആംബർ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ച് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഏരിയയിലുള്ള ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗിവ് എയർ കണ്ടീഷൻ, ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി കണ്ടീഷൻസ് ഫോർ this kind of things. Now, most important thing is maintenance. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറഞ്ഞ സമയത്ത് there should be a regular check and calibration of utilities like
ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ആസ് വെൽ ആസ് വാട്ടർ സിസ്റ്റം ആൻഡ് കംപ്രസ്ഡ് എയർ സിസ്റ്റം. അപ്പൊ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും യൂട്ടിലി മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ദർ ആർ ഡിഫറെന്റ് മെത്തേഡ് ഫോർ മെയിൻ്റനൻസിങ്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പോ പ്രിവെന്റീവ് ആയിട്ടുള്ള എല്ലാ ക്രിട്ടിക്കൽ സിസ്റ്റവും പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുക. റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ കോമൺ ആയിട്ട് ഒരു പാറ്റേണിൽ എന്തിലാണോ സാധാരണഗതിയിൽ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉള്ളത് ആ സാധനങ്ങളൊക്കെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ദ അഡ്വാൻറ്റേജ് വി ക്യാൻ മിനിമൈസ് ദ ഡൗൺ ടൈം. സാധാരണഗതിയിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ഒരു പ്ലാന്റ് ക്ലോസ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ പുതുതായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ എന്നൊക്കെ വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഇതില് ഈ ഒരു സിസ്റ്റം കുറെ കാലത്തിന് ഷട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ട അവസ്ഥയിലോട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മെയിൻ്റനൻസ് കൊണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഡോക്യുമെന്റേഷൻ. ഈ പറയുന്ന സാധനങ്ങളൊന്നും വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ മെയിൻ്റനൻസ് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം ഡോക്യുമെന്റഡ് ആയിട്ടുണ്ടായിരിക്കണം. ഓൾ ദ ഷുഡ് ബി ഡോക്യുമെന്റഡ് ആൻഡ് റിവ്യൂഡ് റെഗുലർലി. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ് ഓഫ് GMP ഗൈഡ് ലൈൻസ്. GMP പറയുന്ന എല്ലാ സാധനങ്ങളും നിർബന്ധമായിട്ടും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വെദർ ഇറ്റ് ഈസ് റിപ്പയർ, ഇൻസ്പെക്ഷൻ, കാലിബ്രേഷൻ ആക്ടിവിറ്റീസ് എന്തും ആയിക്കോട്ടെ, അത് വെറുതെ നടത്തി എന്ന് പറഞ്ഞാൽ പോരാ. എന്ന് നടത്തി, ആര് നടത്തി, അതിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സുകളും നിർബന്ധമായിട്ടും GMP ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെ നമ്മൾ അത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. We have to keep the documents of repair, inspection, calibration activity to create an audit trail that can be reviewed during regulatory inspections. Okay. Now coming to next and last topic, that is the maintenance of sterile area. Okay. ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സ്റ്റെപ്സ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇത്രയും നേരം പറഞ്ഞ സാധനത്തില് പ്രൊഡക്ഷൻ ഏരിയ എന്ന് നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞതായിരുന്നു. ഇനി സ്റ്റെറൈൽ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവേണ്ട രണ്ട് സാധനങ്ങളാണ്. ഒന്ന് സ്റ്റെറിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് വി ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് ആൻഡ് സ്റ്റെറൈൽ പ്രൊഡക്റ്റ്. ഓക്കെ, ആ സമയത്ത് റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. യൂഷ്വലി ഇങ്ങനെയുള്ള ഏരിയ സ്റ്റെറിലൈസ് ചെയ്യുക ഫ്യൂമിഗേഷൻ മെത്തേഡ് വഴിയാണ്. ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഏരിയ സ്റ്റെറിലൈസ് ചെയ്യുക ഫ്യൂമിഗേഷൻ വെച്ചിട്ടാണ്. വാപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് along with this fumigation we have to use some kind of cleaning agents like detergents. So the agents which is used for this kind of sterilization should be validated. അതിന് പ്രോപ്പർ ആയിട്ട് ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ പ്രൂവ് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ കണ്ടാമിനേഷൻ റിഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നൗ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഏരിയ ഈസ് ഗൗണിംഗ് പ്രൊസീജിയേഴ്സ്. സോ the authorized person who are entering into an sterile area must be in an PPE. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കിറ്റിന്റെ അകത്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു ഭാഗവും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ നോൺ ഷെഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിങ് പ്രോട്ടോകോൾസുകൾ ഇൻക്ലൂഡിങ് സ്റ്റെറൈൽ ഗ്ലൗസ്, മാസ്ക്, ഗൗൺ, ഷൂ കവർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതിലോട്ട് കയറാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, so for more details please read unit 4 of pharmaceutical microbiology third semester B-Pharm. Okay, അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് അസെപ്റ്റിക് ഏരിയ എന്നുള്ളതും അസെപ്റ്റിക് ഏരിയ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതും അസെപ്റ്റിക് ഏരിയയിൽ പാലിക്കേണ്ട പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ്സുകൾ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, now another thing is sanitization. സാനിറ്റൈസേഷൻ ഈ സ്റ്റെറൈൽ ഏരിയനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഗതിയാണ് സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. വി ഹാവ് ടു റെക്കോർഡ് ദ ക്ലീൻനെസ് ആസ് വെൽ ആസ് ദ മെയിൻ്റനൻസ്. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടതിനും കറക്റ്റ് ആയിട്ട് നമ്മളത് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഡോക്യുമെന്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റെസ്റ്റ് റൂം ആസ് വെൽ ആസ് റീഫ്രഷ്മെന്റ് ഏരിയ ദാറ്റ് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ മാനുഫാക്ചറിങ് ഏരിയ.
ഇങ്ങനെ ഫെസിലിറ്റി കൊടുക്കൽ നിർബന്ധമാണ്. കൊടുക്കുന്നത് ഒരു കാരണവശാലും പ്രൊഡക്ഷൻ ഏരിയന്റെ അകത്താവാൻ പാടില്ല. അതിന് ഈ പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത രീതിയിലുള്ള ഏരിയയിൽ മാത്രമേ ഇങ്ങനെയുള്ള ഏരിയാസ് കൊടുക്കാൻ പാടുള്ളൂ. അനിമൽ ടെസ്റ്റിംഗ് ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും പ്രൊഡക്ഷൻ ഏരിയയിൽ ഒരു കാരണവശാലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കീപ്പ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, സാനിറ്റൈസേഷൻ മാത്രമായിട്ട് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എഴുതേണ്ട സാധനമാണ്. വി ഹാവ് ടു ഫോളോ ദ റെഗുലേഷൻ ഓഫ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. എൻവിറോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ടായിരിക്കണം ഈ പറയുന്ന സാനിറ്റൈസേഷൻ ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ പ്രോസസ്സുകളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, സോ വേസ്റ്റ് മെറ്റീരിയൽ ഹാസ് ടു ബി ഡിസ്പോസ്ഡ് ആൻഡ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ സേഫ് മാനർ. The material like inflammable, hazardous, sodic, toxic substances must be stored in segregated area. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ തന്നെ നിർബന്ധമായിട്ടും കൊടുക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റെഗുലേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾ 1996. ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾ 1996ന്റെ പ്രകാരമായിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റസുകളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള പല കളറിലുള്ള ബാസ്ക്കറ്റുകൾ കാണാറുണ്ട്. ഓക്കെ, ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റസുകളൊക്കെ ഓരോന്നിന്റെയും കാറ്റഗറിക്ക് അനുസരിച്ച് മാത്രമേ ഇതേത് വേസ്റ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനും ആ രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടയും ആവശ്യകത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ പറയുന്നത്. ഓക്കെ, അതുപോലെ റിജക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സാനിറ്റൈസേഷൻ. So there should be some kind of cleaning protocol. ഈ പറയുന്ന സാധനത്തിനൊക്കെ ഒരു റിട്ടേൺ പ്രൊസീജിയേഴ്സുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അത് ക്ലീനിങ് ഏജൻസികളാണെന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സസ്പെക്റ്റഡ് മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന് പ്രത്യേകിച്ച് റിസ്കുകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ പേഴ്സണൽ ഹൈജീനിങ്ങും കൂടി കൊടുക്കുന്ന സാധനങ്ങളായിരിക്കണം. ഈ പറയുന്ന സാനിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈജീൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലൈക്ക് വാഷിംഗ്, ഹാൻഡ് വാഷിംഗ്, റെസ്ട്രിക്ഷൻ ഓഫ് ജ്വല്ലറി, മേക്കപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും. കുറെ ആൾക്കാർ അവിടെ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരുന്നുണ്ട് കാര്യമില്ല. വീണ്ടും അവിടെ യൂസ് ചെയ്യുന്ന പേഴ്സണൽസുകൾ അല്ലെങ്കിൽ അവിടെ ആ ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സാനിറ്റൈസേഷൻ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഹെൽപ്പും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. Okay, so this is all about the sanitization. Now we will discuss rest of the topic in the next class, which include the sanitization of the sterile area and maintenance of the sterile area in the next class.